കുമ്പളങ്ങയും വൻപയർ, ചെറുപയർ, കടലപ്പരിപ്പൊക്കെ കൂടെ ചേർത്ത് കുക്കറിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒപ്പം വിളമ്പാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് സവോള, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, കൂടെ വൻപയറും ചെറുപയറും കടലപ്പരിപ്പും 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുമ്പളങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയും വേണം. ആദ്യം കുക്കറിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുമന്ന മുളകും കൂടെ ചേർത്ത് നമുക്ക് താളിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടണം. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആദ്യം കരിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. പച്ചമുളകിൻ്റെ എരിവും ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് നിറം ഒന്ന് മാറി സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, 3 ടീസ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടി വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളുടെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. ഈ കറിയിൽ ചെറിയ ഉള്ളി ആദ്യം നമ്മൾ സവാളയുടെ കൂടെ വഴറ്റേണ്ട ആവശ്യമില്ല. കൂടെ തക്കാളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കിട്ടിയതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ് വകകൾ നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം 3 ടേബിൾ സ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ കുതിർത്ത് വരുമ്പോൾ കുമ്പളങ്ങയുടെ കൂടെ എളുപ്പം വെന്ത് കിട്ടും. അതിനായിട്ടാണ് പരിപ്പുകളും പയറും കുതിർത്തെടുത്തത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ചേർക്കാം. കുമ്പളങ്ങ തീരെ ചെറുതായിട്ട് അരിയേണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിയുകയാണെങ്കിൽ വേവ് കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഏകദേശം 1/4 ഭാഗത്തോളം വെള്ളം കാണും. കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. അപ്പം കുമ്പളങ്ങയും ഒരുപാട് ഉടഞ്ഞു പോകത്തില്ല, എന്നാൽ പയറുകളും നന്നായിട്ട് വെന്തിരിക്കും. പ്രഷർ താഴ്ന്നതിന് ശേഷം കുക്കർ തുറന്ന് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇതിപ്പം കഷ്ണങ്ങളും പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള സ്വാദിനാവശ്യമുള്ള മല്ലിയില കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും അതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1-2 ടീസ്പൂൺ ശർക്കര ചേർക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പച്ചമുളകും സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 ടീസ്പൂൺ ശർക്കര ചേർക്കുമ്പോൾ ഒരു ചെറിയ മധുരവും കാണും, എന്നാൽ എരിവ് ആവശ്യത്തിന് കാണുകയും ചെയ്യും. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ്. കുക്കറിൽ തന്നെ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി ഈ രീതിയിൽ തയ്യാറാക്കുക. ഇത് നമുക്ക് ചോറിനൊപ്പം ആണെങ്കിൽ ചോറിനൊപ്പം വിളമ്പാം, അല്ല ചപ്പാത്തിയുടെ കറിയായിട്ടും നമുക്കിത് വിളമ്പാവുന്നതാണ്. ഈ രീതിയിൽ ഈ കറി തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.